നമസ്കാരം. കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിൽ 143 പേരാണ് തൽക്ഷണം കൊല്ലപ്പെട്ടത്. നൂറുകണക്കിന് പേർക്ക് സാരമായി പരിക്കേറ്റു. കഴിഞ്ഞ 2 മാസമായി ഗസയിലെ കുട്ടികളും സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന 10,000-കണക്കിന് ജനങ്ങൾ കുടിവെള്ളം പോലുമില്ലാതെ വലയുകയാണ് എന്ന നടുക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. എന്നിട്ടും ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് മതിയായില്ല, ഞങ്ങൾ വീണ്ടും ഗസയിലേക്ക് ആക്രമണം കടുപ്പിക്കുമെന്നാണ്. ഹമാസിൻ്റെ അന്ത്യം വരെ ഞങ്ങൾ പോരാടുമെന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരുന്നുവെന്നും നെതന്യാഹു പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ രാത്രിയിൽ ഭയാനകമായ വിധത്തിലുള്ള വലിയ ആക്രമണങ്ങൾ ഗസയിലേക്കുണ്ടായത്. ഗസയിലെമ്പാടും കൂട്ടമരണങ്ങൾ ഉണ്ടാകുന്നു, അത് കുതിച്ചുയരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ ഇസ്രായേലിനും വലിയ തിരിച്ചടികൾ കിട്ടുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. 24 മണിക്കൂറിനിടെ ഇസ്രായേലിലേക്ക് ഹൂത്തികളുടെ 3 ആക്രമണങ്ങൾ നടന്നു എന്നാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായ അവകാശവാദം. അതിൽ ഇസ്രായേലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ബെൻ ഗുരിയൻ എയർപോർട്ടും ഉൾപ്പെടുന്നു എന്ന വാദവും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല എങ്കിലും രൂക്ഷമാണ് സംഘർഷം എന്ന നിലയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുകയാണ്. അതായത് ഇസ്രായേൽ പല തരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും എന്നാൽ തങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ വെടിനിർത്തൽ അംഗീകരിക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ഇപ്പോൾ ഇസ്രായേലിന് തങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു വലിയ പ്രതിസന്ധി നിലവിൽ വന്നിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യമായി ഇസ്രായേൽ അമേരിക്കയുമായി അല്പം അകലം പാലിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പരിശോധിക്കേണ്ടത്. ഇതിന് ഏറ്റവും പ്രധാനം 2 കാരണങ്ങളാണ്. ഒന്ന്, പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ എടുക്കുന്ന അതിതീവ്രമായ നിലപാട്. അതായത് ഗസയെ പരിപൂർണമായി ഇല്ലാതാക്കി ബന്ദികളെ വീണ്ടെടുത്ത് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഗസയിലെമ്പാടും ജബലിയ ക്യാമ്പിൽ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ആ കർമ്മ പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇനി ഒരു പരിധിയിൽ കവിഞ്ഞ് ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പല റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ പശ്ചിമേഷ്യൻ മണ്ണിലുണ്ട്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുമായുണ്ട്. ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ, അതായത് പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ ട്രംപ് പോയ രാജ്യങ്ങൾ നോക്കുക. സൗദിയിൽ പോയി, ഖത്തറിൽ പോയി, അത് കഴിഞ്ഞ് UAE പോയി. ഈ 3 ഇടങ്ങളിലും പലസ്തീൻ വിഷയത്തെക്കുറിച്ച് ട്രംപ് ഒന്നും പറഞ്ഞില്ല. ഇതിനു മുമ്പ് ട്രംപ് പറഞ്ഞത് എന്താണ്? ഗസയെ നരകമാക്കും, പലസ്തീൻ ഞങ്ങൾ ഏറ്റെടുക്കും, അവിടെ ഉല്ലാസ കേന്ദ്രം പണിയും, ഇസ്രായേലിനെ ഞങ്ങൾ ആ പണി അങ്ങ് ഏൽപ്പിക്കും, ഇസ്രായേൽ അവിടെ പോയി അടിച്ച് നിരത്തും, ഞങ്ങൾ പിന്തുണയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അളവിൽ കവിഞ്ഞ ആയുധങ്ങളും പണവും എല്ലാവിധ സഹായങ്ങളും ട്രംപ് അധികാരത്തിലേറിയ ഉടനെ തന്നെ ഈ പറയുന്ന ഇസ്രായേലിന് നൽകി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ട്രംപിന് കാര്യം മനസ്സിലായത്. ഇസ്രായേൽ കാലങ്ങളായി, ഏതാണ്ട് 18 മാസത്തോളമായി, ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പുള്ള ഏതാണ്ട് 16 മാസ കാലയളവായി വലിയ തോതിൽ ആക്രമണം നടത്തിയിട്ടും ഗസയിൽ തങ്ങളുടെ യുദ്ധലക്ഷ്യം വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തികഞ്ഞ പരാജയമാണ് ഇസ്രായേൽ എന്നുള്ളത് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അതുമല്ലെങ്കിൽ ഇനിയും ആയുധങ്ങൾ നൽകി, ഇനിയും സാമ്പത്തിക സഹായം നൽകി ഇസ്രായേലിനെ ഗസയിലേക്ക് പറഞ്ഞയക്കുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ട്രംപ് തിരിച്ചറിയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അധികാരത്തിലേറിയ സമയത്ത് ട്രംപ് പറഞ്ഞത് ഗസയെ നരകമാക്കും, ഇസ്രായേൽ ആ പണിയെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പശ്ചിമേഷ്യയിലെത്തിയപ്പോൾ എന്തുകൊണ്ട് ട്രംപ് മൗനം പാലിച്ചു? ഇസ്രായേലിന് അനുകൂലമായി വിഷയത്തിൽ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അമേരിക്ക ഇനിയും ഇങ്ങനെ സാമ്പത്തിക സഹായം നൽകുമോ എന്ന കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിനെ വെറുതെ സാമ്പത്തികമായി സഹായിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പല ലക്ഷ്യങ്ങളും അകന്നു പോവുകയാണെന്ന് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ യാത്രയിൽ, അതായത് ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ ആക്രമണം നടന്നതിന് ശേഷം അമേരിക്കയുടെ ഏതു പ്രതിനിധി പശ്ചിമേഷ്യ സന്ദർശിച്ചാലും ഇസ്രായേലിൻ്റെ മണ്ണിൽ ചവിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമായിരുന്നു. ബെന്നി ഗാൻസ് എന്ന അമേരിക്കയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ എത്രയോ തവണ ഇസ്രായേൽ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇപ്രാവശ്യം പശ്ചിമേഷ്യയിൽ വന്നപ്പോൾ ബോധപൂർവം തന്നെ ഇസ്രായേലിലേക്ക് പോകാതെ ഇസ്രായേലിനെ സന്ദർശന പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അത് ഇനി അമേരിക്ക എത്ര കാലം ഇസ്രായേലിനെ ആയുധങ്ങൾ നൽകി പിന്തുണച്ച്
ഈ അറബ് രാജ്യങ്ങളുടെ വെറുപ്പ് വിളിച്ചു വരുത്താൻ കൂട്ടുനിൽക്കും എന്നതിലേക്കൊരു വലിയ ചോദ്യമായി വരികയാണ്. രണ്ടാമത്തെ കാര്യം ഇറാനാണ്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലേറ്റ ശേഷം 2 തവണയാണ് നെതന്യാഹു ട്രംപിനെ വൈറ്റ് ഹൗസിലെത്തി കണ്ടത്. ഈ 2 തവണയും മറ്റു പല കാരണങ്ങളുമാണ് മാധ്യമങ്ങളിലൂടെ ഇവർ പുറത്തുവിട്ടതെങ്കിലും പല അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തത് ഇറാനെക്കുറിച്ചാണ് എന്നാണ്. ഏറ്റവും ഒടുവിൽ ഈ നെതന്യാഹു ട്രംപിനെ കണ്ടുകൊണ്ട് പറഞ്ഞത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ഏറ്റവും വലിയ പടുകൂറ്റൻ ബോംബുകൾ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ അത് പ്രയോഗിക്കണമെന്നായിരുന്നു അത്രേ. ചില മാധ്യമങ്ങൾ അന്ന് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, അത് നമ്മളും ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള ശേഷി, ആയുധപരമായ ശേഷി നിലവിൽ ഇസ്രായേലിൻ്റെ പക്കലില്ല. അപ്പോൾ അവയെ തകർക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ പടുകൂറ്റൻ ബോംബുകളും വലിയ സന്നാഹങ്ങളും തന്നെ വേണം. അതുപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണം. അത് നമുക്ക് വലിയ ഭീഷണിയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയോട് പറഞ്ഞു. പക്ഷെ അപ്പോൾ അമേരിക്ക എടുത്ത നിലപാട് ഇറാനുമായി ചർച്ചകൾ നടത്താമെന്നുള്ളതായിരുന്നു. ഇറാനെ പല വിധത്തിൽ അമേരിക്ക ഭീഷണിപ്പെടുത്താൻ നോക്കി, ട്രംപ് പല വിധത്തിൽ വെല്ലുവിളിച്ചു. പക്ഷേ ഇറാൻ പറഞ്ഞത് ഞങ്ങൾക്കൊറ്റ നിലപാടേ ഉള്ളൂ, യുദ്ധമെങ്കിൽ യുദ്ധം, ആക്രമണമെങ്കിൽ ആക്രമണം എന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് അയഞ്ഞു. അതിനുശേഷം പലതവണ ഇറാനുമായി ചർച്ച നടത്തി. അതിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ചർച്ചയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അധികം വൈകാതെ ഇറാനും അമേരിക്കയും തമ്മിൽ ഇറാൻ്റെ ആണവ ശേഷി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തന്ത്രപ്രധാനമായ ഒരു കരാർ നിലവിൽ വരുമെന്നാണ്. അപ്പോൾ അവിടെയും ഇസ്രായേലിന് കിട്ടിയത് വലിയ തിരിച്ചടിയാണ്. അതാണ് ഞാൻ ടൈറ്റിലിൽ പറഞ്ഞത്, ഇസ്രായേലിന് ഇത് വലിയ തിരിച്ചടിയാണ്. ഗസയിൽ കൂട്ടമരണങ്ങൾ ഉണ്ടാകുന്നു, എങ്ങും മരണങ്ങൾ സംഭവിക്കുന്നു. അത് ഗസയെ സംബന്ധിച്ച്, പലസ്തീനുകളെ സംബന്ധിച്ച് പുതുമയുള്ളൊരു കാര്യമല്ല. രക്തസാക്ഷിത്വം വരിക്കാനും പോരാടാനും ഒക്കെ പരുവപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇസ്രായേലിന് അമേരിക്ക ഇല്ലെങ്കിൽ ഒരു യുദ്ധവും നടക്കില്ല, ഒരു മുന്നേറ്റവും നടക്കില്ല. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ 18 മാസത്തോളമായി പരിപൂർണമായി യുദ്ധത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഇക്കോണമിയാണ് ഇസ്രായേലിൻ്റേത്. ഇന്ന് മാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടിട്ട് കാലം കുറയായി. അതിനുമപ്പുറം അവിടുത്തെ കാര്യമായ വ്യവസായ മേഖലയ്ക്കൊക്കെ കാര്യമായ തകർച്ചകൾ ഉണ്ടായതായി പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതോടൊപ്പം അവിടെ ആഭ്യന്തര സംഘർഷം, ആഭ്യന്തര കലാപം, ആഭ്യന്തരമായി ജനങ്ങൾ പരിഭ്രാന്തരാകുന്ന സാഹചര്യമൊക്കെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബെൻഗുരിയൻ എയർപോർട്ടിലേക്ക് ഈ ഹൂത്തികൾ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണ ശ്രമം എന്ന് പറയുന്ന ആ സമയത്ത് ഇസ്രായേലിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പല മേഖലകളിലെയും ജനങ്ങൾ പരിഭ്രാന്തരായി ഇറങ്ങി ഓടി. അവരുടെ മൊബൈലുകളിലേക്ക് വലിയ മെസ്സേജുകൾ വന്നു, നിങ്ങൾ രക്ഷപ്പെടൂ, ഷെൽട്ടറിലേക്ക് പോകുമെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു, സൈറകൾ മുഴങ്ങിയെന്നാണ്. അപ്പോൾ ഗസയിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേൽ ഈ വിധത്തിൽ കരുക്കൾ നീക്കുമ്പോൾ, അല്ലെങ്കിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ, മറുവശത്ത് ഇസ്രായേലിൻ്റെ നയതന്ത്ര ബന്ധങ്ങളിൽ കാര്യമായ ഉലച്ചിലുണ്ടാകുന്നു. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധി പറഞ്ഞത് സൗദിയുമായി ഞങ്ങൾ സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയാണ് എന്നാണ്. അതായത് അറബ് രാജ്യങ്ങളുമായൊരു സൗഹൃദം സ്ഥാപിച്ച് അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു വലിയ വളർച്ചയ്ക്ക് വേണ്ടി ഇസ്രായേൽ തയ്യാറെടുത്തിരുന്ന സമയത്താണ് ഈ ഒക്ടോബർ 7 ആക്രമണം ഉണ്ടാകുന്നത്. ഇതോടുകൂടി സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ പോലും വലിയ വ്യതിചലനങ്ങളുണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ സൗദിയിലും ഖത്തറിലും UAE-യിലും ഒക്കെ സന്ദർശനം നടത്തുമ്പോഴും ഇതിനു മുമ്പ് പറയപ്പെട്ടിരുന്നത് ഈ സൗദിയും അറബ് രാജ്യങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള ആ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടനാഴിയായി പ്രവർത്തിക്കുക ഇസ്രായേൽ ആയിരുന്നു എന്നാണ്. പക്ഷേ അത്തരം ഒരു പരാമർശവും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. സൗദിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വാക്കും ഇസ്രായേലിനെ കോട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലും കൂടി അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഇസ്രായേൽ തന്നെ അമേരിക്കയുമായി ചേർന്ന് പണ്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള അവരുടെ സാമ്പത്തികമായിട്ടുള്ള, വാണിജ്യപരമായിട്ടുള്ള ഒരു മുന്നേറ്റവും നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേലിലെ സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമാകുന്നു. അതുപോലെ തന്നെ ഇനിയും അമേരിക്ക ആക്രമണത്തിന് ആയുധങ്ങൾ കൊടുക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം ട്രംപും നെതന്യാഹുവും തമ്മിൽ ഈ മേൽ പറഞ്ഞ വിഷയങ്ങളിൽ മേൽ വലിയ അകൽച്ച ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത് ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസിഡന്റായിരുന്ന സമയത്തും ഇങ്ങനെയായിരുന്നു. ആദ്യഘട്ടത്തിൽ മച്ചായിട്ട് നിന്നിട്ട് അവസാന ഘട്ടമായപ്പോൾ ഇരുവരും തമ്മിൽ പല വിഷയങ്ങളിലും മുടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ തീവ്രത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഒരു പക്ഷേ ജോ ബൈഡൻ അധികാരം നഷ്ടമാകുന്ന നിലയിലേക്ക് ജനങ്ങൾ ബൈഡനെ കൈവിട്ടതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലുമായിട്ടുള്ള ചങ്ങാത്തവും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിയ നീക്കവും ഒക്കെയാണ് എന്ന് അവിടുത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് പശ്ചിമേഷ്യയിലെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളുടെ നിലപാട് ഇതിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ അറബ് ലീഗിലടക്കം അവർ നിരന്തരമായി പറയുന്നത് ഈ പലസ്തീൻ വിഷയം അങ്ങനെ തന്നെ നിൽക്കും, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു മാറ്റവും ഉണ്ടാകില്ല, ഞങ്ങളുടെ നിലപാട് കൃത്യമായിരിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് സൗദിയൊക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങളുമായി ഒരു ഊഷ്മളമായ ചങ്ങാത്തം വേണമെങ്കിൽ, ഈ ട്രംപിന് റിയൽ എസ്റ്റേറ്റ് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു അനുനയ നീക്കം ഉണ്ടായാലേ പറ്റൂ. അതിപ്പോൾ ഇസ്രായേൽ ക്രൂരമായി തന്നെ ഗസയെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ, സ്ത്രീകളെ കൊല്ലാൻ, അവിടെ മൊത്തത്തിൽ ഐസൊലേറ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ആ പിന്തുണ പതുക്കെ പിൻവലിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ ഒരു ഇടപാടും നടക്കില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ട്രംപ് മാറ്റിപ്പിടിക്കുകയാണ് റൂട്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആദ്യമായി ഒരു അമേരിക്കൻ പ്രതിനിധി ഒക്ടോബർ 7-ന് ശേഷം ഈ പശ്ചിമേഷ്യയിൽ വന്നിട്ട് ഇസ്രായേൽ സന്ദർശിക്കാതെ പോകുന്നത്. എന്തായാലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്, വെടിനിർത്തലിനില്ല. ദോഹ ചർച്ചയിൽ വെടിനിർത്തലിന് വേണ്ടി എന്തെങ്കിലും തരത്തിൽ തീരുമാനമുണ്ടായാലും അത് പരിമിതമായിരിക്കും, അല്ലാതെ പരിപൂർണമായ ഒരു യുദ്ധ വിരാമത്തിലേക്ക് പോകില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന സമ്മർദ്ദം പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക, ദുരാഷ്ട്ര പരിഹാരം, ദുരാഷ്ട്ര ഫോർമുല, ഇന്ത്യ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള, ഇന്ത്യ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന, പണ്ടുകാലം മുതലേ നിലകൊള്ളുന്ന ആ ഒരു ഫോർമുല. അപ്പോൾ ആ ഫോർമുലയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട് സൂചിപ്പിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ആ നിലയിൽ കാര്യങ്ങൾ പോയാലേ ട്രംപിൻ്റെ പദ്ധതികൾ, പശ്ചിമേഷ്യൻ പദ്ധതികൾ വിജയിക്കൂ. കണ്ണും പൂട്ടി ഇസ്രായേലിന് കൂടെ നിന്നാൽ ആയുധ നഷ്ടം, അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം, അതുപോലെ ഇസ്രായേൽ പറയുന്നതിനൊക്കെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പോലും ഭീഷണിയിലാകുന്ന സാഹചര്യം, അങ്ങനെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. മറിച്ച് നയതന്ത്രപരമായ വിഷയത്തെ പരിഹരിക്കുകയാണെങ്കിൽ, ആ ദുരാഷ്ട്ര ഫോർമുല നടപ്പാക്കുകയാണെങ്കിൽ സകലയിടത്തും അമേരിക്കയുടെ ഇടപെടലും ഉണ്ടാകും എന്ന് മാത്രമല്ല അമേരിക്കയുടെ പശ്ചിമേഷ്യൻ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ അടക്കം എളുപ്പത്തിൽ നടപ്പാക്കിയെടുക്കുകയും ചെയ്യാം. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ നീങ്ങുമ്പോൾ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്, കനത്ത പ്രഹരമാണ് എന്നു തന്നെ നമുക്ക് പറയാൻ സാധിക്കും.